നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയിലെ ശില്പികൾക്ക് ആദരവ് നൽകി പ്രേംദീപ് ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പുത്തൂർ വേല ഇന്ന് ആഘോഷങ്ങൾ കെങ്കേമമാക്കി തട്ടകം. അട്ടപ്പാടിയിൽ വീണ്ടും ശിശുമരണം. പ്രേംദീപ് ജ്വൽസ് ആൻഡ് ഡയമണ്ട്സ് മെഗാ ഷോറൂമിന്റെ 1ാം വാർഷികം വൈവിധ്യ പരിപാടികളോടെ ആഘോഷിച്ചു. പാലക്കാടിന്റെ ആദ്യത്തെ ജ്വല്ലറി സ്റ്റുഡിയോ ആയ പ്രേംദീപ് ജുവല്ലേഴ്സ് 1ാം വാർഷികാഘോഷ പൊലിമയോടെയാണ് ആഘോഷിച്ചത്. സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയിലെ ശില്പികളായ 50ഓളം സ്വർണ്ണ തൊഴിലാളികളെ ആഘോഷത്തിന്റെ ഭാഗമായി ആദരിച്ചു. പ്രശസ്ത സിനിമാ താരം സോണിയ ബോസ് മുഖ്യാതിഥിയായി. ഇവർ തന്നെയാണ് സ്വർണ്ണാഭരണ തൊഴിലാളികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചത്. മാനേജിംഗ് ഡയറക്ടർ ദേവരാജ്, രശ്മി ദേവ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ റഹീം ഒലവക്കോട്, ജനറൽ മാനേജർ സതീഷ് മാധവ്, ജില്ലാ ഗോൾഡ് സ്മിത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ശിവശങ്കരൻ, സെക്രട്ടറി രാവുണ്ണി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരളത്തിന്റെ തന്നെ ആദ്യമായാണ് ഒരു ജ്വല്ലറി സ്വർണ്ണ നിർമ്മാണ തൊഴിലാളികളെ ആദരിക്കുന്നത്. പാലക്കാട് കോളേജ് റോഡിലാണ് ജുവൽസ് പ്രവർത്തിക്കുന്നത്. വാർഷികത്തോടനുബന്ധിച്ച് വിഷു റംസാൻ ഓഫറായി പവന് 800 രൂപ വരെ വിലക്കിഴിവിൽ ഇഷ്ടമുള്ള സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. ചടങ്ങിന് ശേഷം സംഗീത നിശയും ഉണ്ടായി. പുത്തൂർ തിരുപുരക്കൽ ഭഗവതി കൂത്തഭിഷേകം താലപ്പൊലി ആഘോഷം. ഇന്ന് പുത്തൂർ അമ്മയെ ദർശിക്കാനായി ക്ഷേത്രനടയിൽ എത്തിച്ചേർന്നത് ആയിരങ്ങൾ. ഏറ്റവും വലിയ ദേശവേലകളിൽ ഒന്നെന്ന സ്ഥാനം പുത്തൂർ വേലയ്ക്കുണ്ട്. മാർച്ച് 15 കൊടിയേറിയതോടെയാണ് ഇക്കൊല്ലത്തെ തിരുവുത്സവ കാലം പിറന്നത്. തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന പ്രത്യേക പൂജകൾ, താന്ത്രിക ചടങ്ങുകൾ, ആത്മീയാചാര്യന്മാരുടെ സത്സംഗങ്ങൾ, ക്ഷേത്രകലകളുടെ അവതരണം, രാമായണം കഥ പറയുന്ന തോൽപ്പാവക്കൂത്ത് ഇവയെല്ലാം ഈ ഉത്സവത്തിന്റെ തേജസ് വർദ്ധിപ്പിക്കുന്നവയായി. പുത്തൂരമ്മയ്ക്കായി ദേശവാസികൾ സമർപ്പിച്ച ക്ഷേത്രത്തിനടുത്ത സ്ഥലത്തായിരുന്നു ഇത്തവണത്തെ സാംസ്കാരിക സദസ്സുകൾ. ഓരോ ദേശവാസിയുടെയും അഭിമാന മുഹൂർത്തമായിരുന്നു ഇവിടുത്തെ വേദികളിൽ വിളക്കു തെളിഞ്ഞ നിമിഷം. താലപ്പൊലി വേലയോടനുബന്ധിച്ച് കൂറിയിട്ടത് മുതൽ 2 ദിവസത്തിലൊരിക്കൽ ദ്രവ്യകലശം നടന്നു. തുളസി തീർത്ഥം സ്മൃതി സംഗീതോത്സവമാകട്ടെ സാധാരണക്കാരെ ആത്മീയതയിലേക്കും ആത്മീയതയിലൂന്നിയ ജീവിതത്തിലേക്കും നയിക്കാൻ പ്രാപ്തമായ പ്രഭാഷണങ്ങളുമായി വേറിട്ട അനുഭവം തന്നെ സമ്മാനിച്ചു. പാലപ്പുറം സദാനന്ദ പുലവരും സംഘവുമാണ് കൂത്തുമാടത്തിൽ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചത്. ഓട്ടംതുള്ളൽ, നൃത്ത കച്ചേരി, ഭരതനാട്യം, നാടൻ പാട്ടുകളുടെ അവതരണം, കൃഷ്ണനാട്ടം, ഗാനാഞ്ജലി, സോപാന സംഗീതം, നാമസങ്കീർത്തനം, നൃത്ത പരിപാടി, നാടകം, ചാക്യാർകൂത്ത്, നന്യാർകൂത്ത്, കന്യാർകളി, കഥകളി തുടങ്ങിയ കലകളുടെ അവതരണങ്ങൾ ഹൃദ്യമായ വേളകളായിരുന്നു. മാർച്ച് 26 അർദ്ധരാത്രി ഗരുഡസ്തുതിയും ഗരുഡ ഭഗവാന്റെ എഴുന്നള്ളത്തും ഭക്തി നിർഭരമായ ചടങ്ങുകളായിരുന്നു. ഏപ്രിൽ 9 ഘോഷനിറമാല, 10 വലിയ വിളക്ക്, 11 ചോദനവേല എന്നിവയ്ക്ക് ശേഷമാണ് ദേശം ഇന്ന് കൂത്തഭിഷേക താലപ്പൊലിക്കെത്തിയത്. വേല ദിവസമായി ഇന്ന് പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ ആരംഭിച്ചു. ഈ സമയത്ത് ദേവീ ദർശനത്തിനായി വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. രാവിലെ 6:30 ഈടുവെടി മുഴങ്ങി. 7:30 25 കലാഭിഷേകം, പന്തീരടി പൂജ, കൊട്ടിപ്പാടി സേവ എന്നിവയ്ക്ക് ശേഷം രാവിലെ 9 പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ കാഴ്ചശീവേലി ആരംഭിച്ചു. 12:30 ക്ഷേത്രത്തിൽ ഉച്ചപൂജ നടക്കുന്ന സമയം വീടുകളിൽ
നിഷ്ഠയോടെ അവിയിടൽ ചടങ്ങ് നടന്നു. 2:30 കേളി, കൊമ്പ്, കുഴൽപ്പറ്റുകൾക്ക് ശേഷം വേല പുറപ്പെടാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചു. വൈകിട്ട് 3 ഈടുവെടി മുഴങ്ങി. 4:30 പകൽവേല പുറപ്പെട്ടു. 5:30 വേല ക്ഷേത്രത്തിന് മുന്നിലെത്തിയതോടെ കുടമാറ്റം നടന്നു. നാളെ പുലർച്ചെ താലപ്പൊലിക്കും താലം ചൊരിയലിനും ശേഷം പഞ്ചാരി മേളം നടക്കും. രാവിലെ 8-ന് ശ്രീരാമ പട്ടാഭിഷേകത്തിന് ശേഷം ഉത്സവം കൊടിയിറങ്ങും. വിഷു എത്തിയതോടെ പടക്ക വിപണി ഉണർന്നു. പൊട്ടിയാൽ വർണ്ണക്കടലാസുകൾ ചിതറുന്ന ഓലപ്പടക്കം, ബാഹുബലിയുടെ കത്തുന്ന വാൾ, ഗംഗാ യമുന പൂക്കുറ്റികൾ, ഇരുവശത്തേക്കും തീയുന്ന കളർചക്രങ്ങൾ. വിഷുവിനെ വരവേൽക്കാൻ വൈവിധ്യങ്ങളോടെ പടക്ക വിപണി ഉണർന്നു. കുട്ടികൾക്കായി ശബ്ദം കുറവും അപകടം കുറഞ്ഞതുമായ പ്രത്യേക പടക്കങ്ങളും ഇത്തവണ വിപണിയിലുണ്ട്. ഹെലികോപ്റ്റർ, ഗോൾഡൻ ഫിഷ്, കളർ പൂക്കുറ്റികൾ, മുകളിലേക്ക് ഉയർന്നു വിരിഞ്ഞ് വിവിധ വർണ്ണങ്ങൾ പൊഴിക്കുന്ന ഷോട്ടുകൾ, നീല, ഓറഞ്ച്, പിങ്ക് നിറങ്ങളിൽ കത്തുന്ന 40 ഇനം കമ്പിത്തിരികൾ എന്നിവയും വിപണിയിലെത്തിയിട്ടുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു. ശബ്ദങ്ങൾ കുറച്ച് വർണ്ണങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് പല കമ്പനികളും പടക്കങ്ങൾ വിപണിയിൽ ഇറക്കിയിട്ടുള്ളത്. ഇത്തരം ചൈനീസ് പടക്കങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതലും. ആകാശ കാഴ്ചയൊരുക്കാൻ പൊട്ടിവിരിയുന്ന ഷോട്ടുകൾ 100 മുതൽ 8000 രൂപ വരെ വിപണിയിലുണ്ട്. 1 മുതൽ 500 വരെയുള്ളതിനാണ് ആവശ്യക്കാർ കൂടുതൽ. വിഷുചക്രങ്ങൾ 5 രൂപ മുതൽ 100 രൂപ വരെയും ഉണ്ട്. ചുവന്ന കളർ ചക്രം തിരിയുമ്പോൾ വ്യത്യസ്ത നിറങ്ങളാകുന്ന ചക്രം, മുകളിലേക്ക് ഉയർന്ന് കത്തിത്തിരിയുന്ന ചക്രം എന്നിവയും വിഷുചക്രങ്ങളിൽ വ്യത്യസ്തമായവയാണ്. ഒന്നിലധികം നിറങ്ങൾ കത്തുമ്പോൾ ചറചറ പൊട്ടലും കൂടിയാകുമ്പോൾ ലാത്തിരികളിലും പുതുമയെത്തി. റെയിൽവേ പോലീസിന് നന്ദി പറഞ്ഞ് അധ്യാപിക. നഷ്ടപ്പെട്ടെന്ന് കരുതിയ 20 പവൻ തിരിച്ചു കിട്ടി. നഷ്ടപ്പെട്ടെന്ന് കരുതിയ 20 പവൻ സ്വർണ്ണാഭരണമടങ്ങിയ ബാഗ് കണ്ടെത്തി. തിരിച്ചു നൽകിയ റെയിൽവേ പോലീസിന് നന്ദി പറഞ്ഞ അധ്യാപിക. പയ്യന്നൂർ സ്വദേശിയായ അധ്യാപിക റോഷ്നി നാരായണനാണ് ഷൊർണൂർ റെയിൽവേ എസ് അനിൽ മാത്യുവിനും സംഘവും നന്ദി പറയുന്ന കുറിപ്പ് സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച ചെന്നൈ അരക്കോണത്ത് നിന്ന് പയ്യന്നൂരിലേക്ക് വെസ്റ്റ് കോസ്റ്റ് തീവണ്ടിയിലാണ് റോഷ്നിയും ഭർത്താവും 2 കുട്ടികളും യാത്ര ചെയ്തത്. വിഷുക്കണി ഒരുക്കുന്നത് പ്രാദേശികമായ ചില മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ചില ചട്ടങ്ങളുണ്ട്. ഓട്ടുരുളിയിൽ വേണം കണിയൊരുക്കേണ്ടത്. കണി വയ്ക്കുന്നതിനുള്ള ഓട്ടുരുളി, നിലവിളക്ക്, വാൽക്കിണ്ടി എന്നിവ നിർബന്ധം. ശ്രീകൃഷ്ണന്റെയോ വിഗ്രഹത്തിന്റെയോ മുന്നിലാണ് കണിയൊരുക്കേണ്ടത്. ഓട്ടുരുളിയിൽ നെല്ലും ഉണക്കലരിയും ചേർത്തു നിറയ്ക്കുക. ശേഷം കണിവെള്ളരി വെക്കുക. അലക്കിയ മുണ്ട്, സ്വർണം, വാൽക്കണ്ണാടി, കണിവെള്ളരി, കണിക്കൊന്ന, വെറ്റില, ചക്ക, നാളികേരം, മാങ്ങ, പഴം ഉൾപ്പെടെ എന്ത് ഫലവും വെക്കാം. കണ്ണാടി, കുങ്കുമം, സ്വർണം, പണം എന്നിവ നിർബന്ധമായും വെക്കണം. ഇടവേള. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. മണ്ണാർക്കാട് കരിമ്പുഴയിൽ വിദ്യാർത്ഥികൾ പുഴയിൽ അകപ്പെട്ട സംഭവത്തിൽ മരണം 3ആയി. ചികിത്സയിലായിരുന്ന പുത്തൻവീട്ടിൽ ബാദ്ഷാ 17 ഒടുവിൽ മരിച്ചത്. ഇന്നലെ വൈകിട്ട് കൂട്ടിലെ കടവ് ചെറുപുഴ പാലത്തിന് സമീപമായിരുന്നു സംഭവം. സംഭവത്തിൽ ബാദ്ഷായുടെ ബന്ധുക്കളായ റിസാന 19, ദീമ മുഹമ്മദ് 19 എന്നിവരാണ് ആദ്യം മരണത്തിന് കീഴടങ്ങിയത്. കാരക്കുറിശി അരപ്പാറ സ്വദേശികളാണ് 3 പേരും. ചെറുപുഴ പാലത്തിന് സമീപം പുതുതായി വാങ്ങിയ തോട്ടത്തിലെത്തിയതായിരുന്നു റിസാനയും ബാദ്ഷായും മെഹബയും. അവിടെ നിന്ന് കുളിക്കാൻ പുഴയിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാരും ട്രോമോ കെയർ വളണ്ടിയർമാരും ചേർന്ന് കുട്ടികളെ കരയ്ക്ക് കയറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. കൊട്ടേക്കാട് ട്രെയിൻ തട്ടി പരിക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ ഉറപ്പാക്കണമെന്ന് ആനപ്രേമി സംഘം. പാലക്കാട് മലമ്പുഴ
കൊട്ടേക്കാട് റെയിൽവേ ട്രാക്കിനടുത്ത് ട്രെയിൻ തട്ടി വലത് കാലിന് സാരമായ പരിക്കും ഇടത് കാലിനും ഇടുപ്പിനും പരിക്കേറ്റ ആനയെ കഴിഞ്ഞ ബുധനാഴ്ച കാലത്ത് 3:30 മണിക്കായിരുന്നു സംഭവം എന്ന് നാട്ടുകാർ പറഞ്ഞ് വനംവകുപ്പ് അവിടെ പോവുകയായിരുന്നു. പക്ഷേ അന്ന് തന്നെ ആനയെ പിടികൂടി ചികിത്സ നൽകേണ്ടതാണ്. കാരണം നമുക്കറിയാം, നാട്ടാനകളുടെ വിഷയത്തിൽ എന്തെങ്കിലും ചെറിയൊരു സംഭവം നടന്നാൽ ആ ആനയെ വനംവകുപ്പ് പിടികൂടി എന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി വാദിക്കുന്ന വനംവകുപ്പ് GP മലമ്പുഴ കൊട്ടേക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിൻ തട്ടി വലതുകാലിന് സാരമായി പരിക്കേൽക്കുകയും ഇടതുകാലിനും ഇടുപ്പിനും പരിക്കേറ്റ് ആവശ്യമായ കാട്ടാനയ്ക്ക് ആവശ്യമായ ചികിത്സ നൽകാത്തത് പ്രതിഷേധാർഹമാണെന്നാണ് ആനപ്രേമി സംഘം ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങൽ കുറ്റപ്പെടുത്തി. വനം വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് പരിക്കേറ്റ ആനയെ പിടികൂടി വിദഗ്ധ ചികിത്സ നൽകി ആനയുടെ ജീവൻ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആനപ്രേമി സംഘം ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങൽ വനം വകുപ്പ് മന്ത്രിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും പരാതി നൽകി. BDJS പാലക്കാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN അനുരാഗ് ഉദ്ഘാടനം ചെയ്തു. BDJS ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രഘു അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി A ഗംഗാധരൻ, K അരവിന്ദാക്ഷൻ, R ഭാസ്കരൻ, K റോഷ്നി, PK ചെല്ലപ്പൻ, CC രാജേഷ്, PK സുരേഷ്, TB പ്രശാന്ത്, നിവിൻ ശിവദാസ്, MM രവീന്ദ്രൻ, M ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. കാണാതായ 13-കാരനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിലാണ് സംഭവം. കൊട്ടാരത്തോടി അൻവർ സാദത്ത് റസിയ ദമ്പതികളുടെ മകൻ അൽ അമീൻ 13 ആണ് മരിച്ചത്. കുമരനെല്ലൂർ GHSS 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സഹോദരങ്ങൾ സന ഫാത്തിമ, അംന ഷഹസിൻ. വെള്ളാളൂരിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കുളത്തിലാണ് അൽ അമീനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ട് മുതൽ കുട്ടിയെ കാണാനില്ലായിരുന്നു. വീട്ടുകാരും പ്രദേശവാസികളും തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് മൃതദേഹം കുളത്തിൽ കണ്ടെത്തിയത്. തിരച്ചിലിനിടെ കുളത്തിന്റെ കൽപ്പടവിൽ വസ്ത്രങ്ങളും ചെരുപ്പും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ മൃതദേഹവും കണ്ടെത്തി. കുട്ടി കുളിക്കാനായി കുളത്തിലിറങ്ങിയപ്പോൾ അബദ്ധത്തിൽ വീണുപോയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. രാത്രി 11 മണിയോടെയാണ് മൃതദേഹം പുറത്തെടുത്തത്. തൃത്താല പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഇടവേള. കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ട്രെയിൻ ഇടിച്ച ആനയുടെ നില ഗുരുതരം. ലോക്കോ പൈലറ്റിനെതിരെ അന്വേഷണം. കൊട്ടേക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽ പാളം കടക്കുന്നതിനിടെ ട്രെയിൻ ഇടിച്ച് പരിക്കേറ്റ പിടിയാനയുടെ നില അതീവ ഗുരുതരം. ആനയുടെ ജീവൻ നിലനിർത്താനുള്ള വിദഗ്ധ ചികിത്സയാണ് നിലവിൽ നൽകുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ആനയുടെ ആന്തരികാവയവങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വനം വകുപ്പ് ഡോക്ടർ പറയുന്നത്. ആനയുടെ പരിക്കേറ്റ പിൻകാലുകൾക്ക് പൂർണ്ണമായും ചലനശേഷി നഷ്ടപ്പെട്ടു. ആനയ്ക്ക് എഴുന്നേൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. വേദനയ്ക്ക് ആശ്വാസം നൽകാൻ ദേഹത്തിൽ വെള്ളം നനയ്ക്കുന്നുണ്ട്. തീറ്റയെടുക്കാൻ സാധിക്കുന്നില്ല. ഗ്ലൂക്കോസും വേദന സംഹാരിയും രാവിലെ മുതൽ നൽകുന്നുണ്ടെങ്കിലും സ്ഥിതി മെച്ചപ്പെടുന്നില്ല. സംഭവത്തിൽ ലോക്കോ പൈലറ്റിന് വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കാൻ വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പ് ഉള്ളതിനാൽ ചരക്ക് ട്രെയിൻ വേഗം കുറച്ചെന്നാണ് പ്രാഥമിക വിവരമെങ്കിലും കൂടുതൽ അന്വേഷണം നടത്തി നടപടിയെടുക്കും. ബുധനാഴ്ചയാണ് 25 വയസ്സുള്ള പിടിയാനയ്ക്ക് ട്രെയിൻ ഇടിച്ച് പരിക്കേറ്റത്. രാത്രിയിൽ കുടിവെള്ളം തേടി ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനക്കൂട്ടം പുലർച്ചെ റെയിൽപാളം കടന്ന് വനത്തിലേക്ക് പോകുമ്പോഴാണ് കൂട്ടത്തിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന പിടിയാനയെ ട്രെയിൻ ഇടിച്ചത്. മൊബൈൽ ടവറിൽ കുടുങ്ങിയ ആളെ കൊണ്ടുപോയ ആംബുലൻസ് ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരണപ്പെട്ടു.
ചെർപ്പുളശ്ശേരി മാങ്ങോട് വീരമംഗലം ഭാഗത്തു നിന്നും മൊബൈൽ ടവറിൽ കുടുങ്ങിയ ജീവനക്കാരനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. 108 ആംബുലൻസിൽ ഒറ്റപ്പാലത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വരോട് വെച്ച് ഒരു ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും ഓട്ടോ ഡ്രൈവറായ സന്തോഷ് കുണ്ടംപറമ്പിൽ മരണപ്പെടുകയും ചെയ്തു. മൊബൈൽ ടവറിൽ കുടുങ്ങിയ ജീവനക്കാരന് ക്ഷീണവും കുഴച്ചിലും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഫയർഫോഴ്സിനെ വിളിക്കുകയായിരുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഫയർഫോഴ്സിന് ഇയാളെ ടവറിൽ നിന്നും താഴെ ഇറക്കാൻ കഴിഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് 2122 ക്യാമറകൾ തത്സമയം നിരീക്ഷണം നടത്തിവരുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഞ്ജയ് കൗൾ അറിയിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലും ജില്ലകളിലും സജ്ജമാക്കിയിട്ടുള്ള കൺട്രോൾ റൂമുകളിൽ ദൃശ്യങ്ങൾ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്തുന്നതിനുള്ള ഫ്ലൈയിംഗ് സ്ക്വാഡുകൾ, സ്റ്റാറ്റിക് സർവൈലൻസ് ടീം എന്നിവയുടെ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തുടങ്ങി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങളെല്ലാം തത്സമയം നിരീക്ഷിക്കാം. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ ആർഒമാരുടെ കീഴിൽ സജ്ജമാക്കിയിട്ടുള്ള കൺട്രോൾ റൂമുകളിലും ദൃശ്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങളിൽ 391 ക്യാമറകൾ സ്ഥാപിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന കാലയളവിൽ എല്ലാ ഭരണാധികാരികളുടെയും ഓഫീസുകളുമായി ബന്ധപ്പെടുത്തി 187 ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തിയിരുന്നു. അവശ്യ സർവീസ് വിഭാഗത്തിലുള്ളവർക്കും ഉദ്യോഗസ്ഥർക്കുമായി പോസ്റ്റൽ വോട്ടിംഗ് സൗകര്യം ഒരുക്കുന്ന കേന്ദ്രങ്ങളിൽ തത്സമയ നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളിലും പോളിംഗ് ദിവസം ബൂത്തുകളിലും ക്യാമറകൾ സ്ഥാപിച്ച് തത്സമയ നിരീക്ഷണം നടത്തും. സ്ട്രോങ് റൂമുകളിലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ഇതേ രീതിയിൽ നിരീക്ഷണ സംവിധാനം ഒരുക്കും. സുതാര്യവും സുരക്ഷിതവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് തത്സമയ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കിയതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. മരുതരോട് GLP സ്കൂളിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധന ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. 60ഓളം പേർക്ക് ചികിത്സ നൽകി. 8 പേർക്ക് കണ്ണട വിതരണവും ചെയ്തു. 10 പേർക്ക് തിമിര ശസ്ത്രക്രിയയും 2 പേർക്ക് ഞരമ്പ് സംബന്ധമായ രോഗവും ഒരാൾക്ക് കണ്ണിൽ ദശവളർച്ചയും പരിശോധനയിൽ കണ്ടെത്തി. ഇവർക്ക് പ്രത്യേക ചികിത്സയും നൽകി. പ്രസ്തുത ചടങ്ങ് മരുതരോട് ഗ്രന്ഥശാല കൺവീനർ K. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ PRO ശ്രീകുമാർ ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു. ഒപ്റ്റിമേഷൻ ശ്രുതി, മായ ടെക്നീഷ്യൻ AR വിജിഷ്മ, ഒപ്റ്റിക്കൽ അശോക് എന്നിവരും ഗ്രന്ഥശാല രക്ഷാധികാരികളായ TV സുബ്രഹ്മണ്യൻ, ചെല്ലപ്പൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ബാലവേദി കൺവീനർ ശെൽവരാജ് സ്വാഗതവും ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു. ഗ്രന്ഥശാല പ്രസിഡന്റ് A. രമേശ് അധ്യക്ഷത വഹിച്ചു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണെന്ന് ചൂണ്ടിക്കാട്ടി വ്യാജ പ്രചരണം നടത്തിയതിന് സംസ്ഥാനത്ത് 12 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മലപ്പുറം, എറണാകുളം സിറ്റി, തൃശൂർ സിറ്റി എന്നിവിടങ്ങളിൽ 2 വീതവും, തിരുവനന്തപുരം റൂറൽ, കൊല്ലം സിറ്റി, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, ഇടുക്കി ജില്ലകളിൽ 1 വീതവും കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും സമൂഹത്തിൽ വേർതിരിവും സ്പർദ്ധയും സംഘർഷവും വിദ്വേഷവും ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെ വ്യാജവാർത്ത പ്രചരിപ്പിച്ചതിനാണ് കേസ്. തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ ഇടപെടലുകളെ കുറിച്ച് പോലീസ് സോഷ്യൽ മീഡിയ നിരീക്ഷണ സംഘങ്ങൾക്ക് വിവരം നൽകാമെന്നും കേരള പോലീസ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണെന്ന രീതിയിൽ വ്യാജപ്രചരണം നടത്തിയതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വിവിധ സമൂഹ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നതിനായി സംസ്ഥാന തലത്തിലും വിവിധ റേഞ്ചുകളിലും ജില്ലകളിലും രൂപീകരിച്ച സോഷ്യൽ മീഡിയ നിരീക്ഷണ സംഘങ്ങൾ സോഷ്യൽ മീഡിയയിൽ പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. മദ്യപിച്ചുണ്ടായ തർക്കത്തിനിടെ യുവാവ് മർദ്ദനമേറ്റു മരിച്ചു.
നെന്മാറ ചിറ്റലഞ്ചേരിയിലാണ് സംഭവം. കടമ്പടി പാഴിയോട്ടിൽ രതീഷ് 39 മരിച്ചത്. പാഴിയോട് നൂൽനൂൽപ്പ് കേന്ദ്രത്തിന് മുന്നിൽ ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് മരിച്ച യുവാവിന്റെ അയൽവാസിയായ നൌഫലിനെ ആലത്തൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കടമ്പടിയിലുള്ള ബിവറേജ് ഔട്ട്ലെറ്റിന് പിൻവശം മദ്യപിച്ച ശേഷം ഇയാൾ നൌഫലുമായി തർക്കത്തിലും കയ്യാങ്കളിയിലും ഏർപ്പെട്ടിരുന്നെന്ന് പോലീസ് പറയുന്നു. അടിയേറ്റാണ് മരണമെന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. രതീഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആലത്തൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയിലെ ശില്പികൾക്ക് ആദരവ് നൽകി പ്രേംദീപ് ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പുത്തൂർ വേല ഇന്ന് ആഘോഷങ്ങൾ കെങ്കേമമാക്കി തട്ടകം. അട്ടപ്പാടിയിൽ വീണ്ടും ശിശുമരണം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.